റിപ്പോർട്ടർ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്ന റിപ്പോർട്ടർ ടി വിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സുന്ദരിയായ സുശീലയായ സ്മൃതി പരതിക്കാടാണ്. ഈ ഓണപരിപാടിക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സ്മൃതിയെയും. എന്ത് പറയണു സ്മൃതി? വളരെ നന്നായിട്ടുണ്ട്. ആരാരെ ഇന്റർവ്യൂ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോണു. നമ്മള് കൃത്യം 2 വർഷം മുന്നേ ഒരു ഓണം പരിപാടി മറ്റൊരു ചാനൽ ചെയ്തിരുന്നു. അതെ അതെ അതെ, ഓർക്കുണ്ടല്ലോ അല്ലേ? അന്നത്തിന് ശേഷം ഈ 2 കൊല്ലത്തിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ സംഭവിച്ചു. നർത്തകി ഇപ്പോൾ ഒരു നടിയായി മാറിയിരിക്കുന്നു. സിനിമയിലേക്ക് വരില്ല. എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നിരുന്നതാണ്, പക്ഷെ താല്പര്യമില്ല എന്നാണെന്ന് പറഞ്ഞു. നമുക്ക് സിനിമയിൽ തുടങ്ങാൻ തോന്നുന്നു. അപ്പോൾ നടിയായ ശേഷമുള്ള ആദ്യ ഓണാണ്. എങ്ങനെയാണ് ഒരു വ്യത്യാസം തോന്നുന്നത്? ഒരു വ്യത്യാസമില്ല. നമ്മൾ ഇതിനെക്കാട്ടിലും വലിയ നാട്യം ജീവിതത്തിൽ ചെയ്യുന്നതും പിന്നെ സ്റ്റേജിലും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. സാധാരണ ഞാൻ പൊതുവേ അങ്ങനെ ഓണം ഒന്നും എന്നെ സംബന്ധിച്ചോളം വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. പലപ്പോഴും പ്രോഗ്രാമൊക്കെ ആയി പോകണം. പക്ഷെ ഇത്തവണ ഓണത്തിനൊരു കൂട്ടായ്മയുണ്ട് വേറൊരു രീതിയിൽ. എന്താ വെച്ചാൽ ഇപ്പോൾ പോസ്റ്റേഴ്സ് കാണുന്നു, പലവിടെയും പ്രോമോസ് കൊടുക്കുന്നു, പിന്നെ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു എൻവയൺമെന്റ്. തികച്ചും ഓണത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഈ വർഷം ഞാൻ ഇൻവോൾവ് ആണ്. ഒരു ആൾക്കാരുമായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷനും ഇന്ററാക്ഷനും പിന്നെ പല പല കാര്യങ്ങൾ നടക്കുന്നു. പബ്ലിക്കായി ഈ ഓണം, മറ്റേത് ഞാൻ കുറെ കൂടെ ഇൻട്രോവേർട്ട് അല്ലേ, പബ്ലിക്കായി ഇന്ററാക്ട് ചെയ്ത് ഇതുപോലൊരു ഓണം ഉണ്ടായിട്ടില്ല. അതൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഡാൻസ് ഇത്രയും സീരിയസ് ആയി കാണുന്ന ഒരു പ്രൊഫഷൻ, അതിൽ ഒരു പുതിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടി സമയം അതിനായിട്ട് വെക്കുന്നു. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, റിട്ടേൺ ഒന്നുമില്ല. അപ്പം അത് ആ അനുഭവത്തിൽ നിന്നാണോ? പിന്നെ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ സിനിമയിൽ വന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്റ്റേജ് കിട്ടുന്നു, പക്ഷേ അതിനും സീരിയസ് ആയി കാണുന്ന നമ്മളെ ഗൗനിക്കുന്നില്ല. അത് കേരളത്തിലൊരു പ്രത്യേക സ്ഥിതിയാണ്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആ പ്രശ്നമില്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ ആ രൂപത്തിലും അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്ന് അങ്ങനെ ആവാം എന്ന് തീരുമാനിച്ചതാണോ? അല്ല, നമ്മളിപ്പോൾ ഡാൻസ് ചെയ്യാവുന്നതൊക്കെ നമ്മളിനിയിപ്പോൾ ഒരു ഡാൻസറായിട്ട് തന്നെ ഞാനിനി എന്ത് ചെയ്താലും നർത്തകി ഡോക്ടർ മേതു ദേവിക എന്നല്ലേ പറയുള്ളൂ. ഈ ഇപ്പം സിനിമയിൽ വന്നു പറഞ്ഞ സിനിമയിൽ ഞാൻ കംപ്ലീറ്റ്ലി കീഴടക്കാനോ ഒന്നുമുള്ളൊരു പ്ലാനൊന്നുമില്ല. ഇങ്ങനെ വന്നു, നമുക്ക് സൗകര്യം വന്നു. എല്ലാം കൊണ്ടും ടീം നല്ല ടീമായിരുന്നു. വിഷ്ണു മോഹനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതേപോലെ പെട്ടെന്ന് കയറി യെസ് എന്ന് പറഞ്ഞല്ല, എന്നെ അത്രയും കൺവിൻസ് ചെയ്ത് ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞ് പിന്നെ അതിൽ ഞാൻ കുറേ ഇങ്ങനെ ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞു, ഓരോന്നും ടിക്ക് ചെയ്ത് ആൾ ടിക്ക് ചെയ്യാനും കൂടെ നിന്നില്ല കേട്ടോ. യെസ് 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 എന്ന് പറഞ്ഞു. സിനിമയിലേക്ക് വന്ന സമയം എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണല്ലോ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. ഐ ഡോണ്ട് നോ. അതെ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വളരെ പോസിറ്റീവാണെന്ന് മേതിൽ പറയുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പുറത്ത് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പുറത്ത് പറയുന്നു, അതായത് അതിൽ കൊടുത്തിരിക്കുന്ന മൊഴികളല്ല, അല്ലാതെ പറയുന്ന പല കേസുകളും അതിൻ്റെ ജെന്യൂനിറ്റിയിൽ സംശയമുണ്ട് എന്ന് ഒരു തവണ പറയുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ, എങ്ങനെയാണെന്ന് തോന്നുന്നു? ഇപ്പോൾ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ വരുന്നു. ഇപ്പോൾ മുകേഷിന് തന്നെ മുൻകൂർ ജാമ്യം കിട്ടിയതിനെതിരെ ഇപ്പോൾ അവരിന്ന് പ്രതികരിക്കുന്നു. പണം ചോദിച്ചിട്ടുണ്ട് ഞാൻ മുകേഷിനോട് എന്ന് പറയുന്നുണ്ട്. അതുവരെ പറഞ്ഞു പണം ചോദിച്ചിട്ടുണ്ട്. അത് പുതിയ കാര്യമാണ്. പണം ചോദിച്ചിട്ടുണ്ട്, ആ പണം കിട്ടിയില്ല. അപ്പോൾ പണം കിട്ടാത്തതുകൊണ്ടാണോ ഇങ്ങനെ പരാതി സംശയം വരുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ കോടതിയിലെത്തുമ്പോൾ ഒരുപക്ഷം ഇത്തരം കേസുകൾ തള്ളിപ്പോയേക്കാം. പക്ഷെ ജെന്യൂനായ ഒരുപാട് കേസുകൾ അപ്പുറത്ത് മൊഴിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും എഫക്റ്റ് ചെയ്യുമോ എന്താണ് തോന്നുന്നത്? അറിഞ്ഞൂടാ, അത് എഫക്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് എല്ലാം ഇന്നിപ്പോൾ എവിഡൻസ് ബേസ്ഡ് അല്ല, കോടതി അടക്കം. നമ്മളൊരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എവിഡൻസ് ഇല്ലാണ്ടൊന്നും, നമ്മൾ പല രീതിയിലും അറിയാമല്ലോ. എന്തുണ്ടെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക്ഡ് ബൈ എവിഡൻസ് അല്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ലീഗൽ ഫിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു അവസ്ഥയിലാണ് അതാണ് ഇന്നത്തെ കോടതിയുടെ നിയമം. സ്ത്രീകൾക്ക് ഫേവർ ആയാലും ഇറ്റ് സ്റ്റിൽ ഗോസ് ബൈ എവിഡൻസ്. ഇത്രയേ ഉള്ളൂ. അത് നല്ല കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ അതിലുരുത്തിരിഞ്ഞ് വരുന്ന നമുക്ക് പക്ഷെ പറയാനൊന്നും പറ്റില്ല കേട്ടോ. ശരിയായേക്കാം, തെറ്റായേക്കാം, അത് അവർ ഡിറ്റർമിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഒരു പുതിയൊരു ചേഞ്ച് വരുമ്പോൾ വേണ്ടതുണ്ടാവും, വേണ്ടാത്തതുണ്ടാവും. ചിലപ്പോൾ വേണ്ടാത്ത തന്നെ വേണ്ടതിന് വേണ്ടിയിട്ടായിരിക്കാം. നമുക്ക് തികച്ചും ഒന്നും നമുക്ക് അങ്ങനെ നല്ലതിലേക്ക് എത്താനുള്ള ഒരു നടക്കുന്ന കാര്യങ്ങൾ. ഈ ഒരു കെയോസ് എപ്പോഴും ചേഞ്ചിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. നല്ലതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഈ അക്കാഡമിക്സിലും റിസർച്ച് ചെയ്യുമ്പോൾ ഒരു കെയോസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. വളരെ നല്ലതാണ്.
നല്ല അത് ഒരു ദീർഘദൃഷ്ടിയോടെ ചില കാര്യങ്ങൾ പറഞ്ഞാണ് എനിക്ക് സംശയമുണ്ട്. ഞാൻ മേതിൽ ദേവിയെ കണ്ടിരിക്കുന്നത് എന്താ പറയുക, നല്ലോണം തമാശ ഇഷ്ടപ്പെടുന്ന, തമാശ പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ പുറമേ ഉള്ളവർക്ക് തോന്നുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാളാണ്, അധികം സംസാരിക്കില്ല. അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ, അല്ലേ? അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയോ? കാരണം ഭയങ്കര എന്താ പറയുക, ഹാർഷായ റിയാലിറ്റീസിനെ ഭയങ്കര ചിരിച്ചിട്ടാണ് അതിനെ കാണുകയും പറയുകയും ചെയ്യുന്നത്. ഹ്യൂമർ, ലൈഫ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഹ്യൂമർ അല്ലേ. സോ അതൊന്ന് പഠിച്ചതല്ല, വേറെ വഴിയില്ല. റൈറ്റ്, നമുക്ക് ചില ജോയ്സ് ഓഫ് ലൈഫ് ഉണ്ട്. ഞാൻ പറയുന്ന പോലെ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് റിലേഷൻഷിപ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് മനുഷ്യന്മാർ കൊടുക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യം നമ്മളോടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ശരിയായാൽ മാത്രമേ മറ്റേതൊക്കെ ഇറ്റ് ഗോസ് ഒരു ജീവിതം, അത് ചെറിയ ജീവിതത്തിലും പല കാര്യങ്ങളും നടക്കും. അത് ചിലത് നമുക്ക് ഇഷ്ടമാവും, ചിലത് ഇഷ്ടാവില്ല, ചിലപ്പോൾ ചിലത് നമ്മളായിരിക്കും തെറ്റ്. അതിനെ ലൈറ്റായി അതേ വേറെ വഴിയില്ല. യു നോ അല്ല, ഈവൻ ആസ് എ വുമൺ നമ്മൾ എല്ലാ വർക്ക് സ്പേസിലായാലും ഇൻ എനി വർക്ക് എൻവയൺമെൻറ്റ് ഓർ ഫാമിലി എൻവയൺമെൻറ്റ് ഇത്തരം കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. യു ഹാവ് ടു ഹ്യൂമർ ഇറ്റ്. ഈ മുകേഷുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇപ്പം എന്താണ് യഥാർത്ഥത്തിൽ? കാരണം ഞാൻ 2 വർഷം മുമ്പ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലല്ല, ചെറിയ കുറച്ച് കാര്യങ്ങൾ അതെന്ന് വെച്ചാൽ എന്നിട്ട് വേണം ഇതിനെ റീൽ എടുത്ത് ഇതുവരെ ഞാൻ പറഞ്ഞ സാധനമൊക്കെ മാറി ഈ റീൽ മാത്രം ഉണ്ടാവും. മേതിൽ ദേവികയുടെ ഞാൻ ഫുൾ ഇന്റർവ്യൂ എടുത്തിരുന്നതല്ല നേരത്തെ, അങ്ങനെയല്ലല്ലോ. പക്ഷെ അങ്ങനെ റീൽസ് ഒക്കെ വന്നില്ല. അല്ല, പക്ഷെ അതിൽ നല്ല പോയിന്റ്സ്, അത് വെച്ചാൽ പോസിറ്റീവായ സാധനങ്ങളാണ് വന്നിട്ടുള്ളൂ. പക്ഷെ ഫൈനലി മേതിൽ ദേവിയുടെ വർക്ക് ഹിസ്റ്ററി ഒന്നും അതിലില്ല. അത് എപ്പോഴും ഉള്ളതാണ്. അന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ വിഷയമുണ്ട്. കൗൺസിലറിനെ പോലെ ദേവിയെ കാണുന്നത് അതല്ല ഞാൻ പറയുന്നത്, പൊതുവെ അടിച്ചു പിരിയുന്ന ആളുകളാണല്ലോ എല്ലായിടത്തും കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ എന്താണ് ഹൗസ് പാർട്ട്നേഴ്സ് ആണെന്ന് പറയുകയും ചെയ്തിരുന്നു. ഞാൻ മെന്റലി ഐ ഹാവ് സ്റ്റെപ്ഡ് ഔട്ട് ആസ് എ വൈഫ്. ഇതിൽ മീതെ നമുക്കൊന്നും പറയാനില്ല. ബാക്കി ലീഗാലിറ്റി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ഫ്രണ്ട്സ് ആണ്. പലതും നമുക്കൊപ്പം ഡിസ്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളില്ലേ. അപ്പം നമ്മൾക്ക് വി ഹാവ് ടു ഹാവ് ദാറ്റ് ഡിസ്കഷൻ. ഫ്രണ്ട്സ്. ഇപ്പോൾ ഈ നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരിക, അതും പറഞ്ഞിട്ട് ഞാൻ നമ്മൾ പ്രെജുഡിസ്ഡ് അല്ല, അത് ഓർക്കണം. ഞാൻ വൈഫ് ആയിരുന്ന സമയത്തും പ്രെജുഡിസ്ഡ് അല്ല. വൈഫിൻ്റെ റോള് ചെയ്യുമ്പോഴും എനിക്കറിയാം ക്രൂഷ്യൽ സമയത്തൊക്കെ ഐ ഹാവ് സ്പോക്കൺ ഫോർ ആൻഡ് ധ്വനി കലർത്തി അഗൻസ്റ്റും. അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്. ജനങ്ങൾ എന്ന് പറയുന്ന വിഡ്ഢികളല്ലല്ലോ. അതെ, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ജനങ്ങൾ വിഡ്ഢികളല്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ അങ്ങനെയൊന്നും അവരെ കബളിപ്പിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നപ്പം ഇപ്പോൾ ഞാൻ മേതിൽ ദേവിക്കാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടമുള്ള സിനിമയിലേക്ക് അപ്പം ഇത്രയും നിർബന്ധിച്ചപ്പോൾ പറ്റിയ റോളാണെന്ന് തോന്നിയത് കൊണ്ട് അത്രയും സംസാരിച്ച് പിന്നെ ഡയറക്ടറിനോട് പറഞ്ഞു എത്ര മണിക്കൂറാണ് ഇരുന്നത്, എത്ര ദിവസം ഇരുന്നു എന്നൊക്കെ പറഞ്ഞു. വിഷ്ണുമോഹൻ എന്നുള്ള ആ വ്യക്തിയുടെ ഒരു നിശ്ചയദാർഢ്യം, പിന്നെ അദ്ദേഹം ചെയ്ത മുമ്പത്തെ വർക്ക് മേൽപ്പടിയാനൊക്കെ നല്ല സിനിമയാണ്. അയാൾ പിന്നാലെ നിൽക്കുകയായിരുന്നു, വേറെ ആരും നോക്കിയിരുന്നില്ല. ആദ്യം വരുമ്പോൾ ഒരു പക്ഷേ ഡിസ്കസ് ചെയ്യാൻ, കഥ പറയാൻ വരുമ്പോൾ അത്രയും ഒരു എന്നോട് പറഞ്ഞു, ഞാൻ അത്രയും ഒരു വേണം തന്നെ പറഞ്ഞിട്ടല്ല, ഒന്ന് ഡിസ്കസ്. പക്ഷെ പറഞ്ഞു ഞാൻ എപ്പോൾ കണ്ടു അപ്പം തൊട്ട് പിന്നെ ഞാൻ നിശ്ചയിച്ചു. അത് ഞാൻ കാലടിയിൽ ഉള്ളപ്പോഴാണ് വിഷ്ണു ജോമോനും വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് കഥയൊക്കെ, നിങ്ങൾ ഒരാളെ നോക്കിയുള്ളൂ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോഴും അതിനൊരു വളരെ പോയറ്റിക്കാണ്. ഞാൻ ഇറങ്ങി, അവർ പോയി ഇറങ്ങി, ഭയങ്കര മഴ, പെട്ടെന്ന് ഞാൻ മഴ കുറേ നനഞ്ഞു. എന്താ വെച്ചാൽ അംബ്രല്ല ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് പുറത്ത്. ഒരു 7:30-8 മണിയായി രാത്രി. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആലോചിച്ചു, ഇത് ഒരു എന്തിൻ്റെ ഒരു നിമിത്തമൊക്കെ പോലെ എനിക്ക് തോന്നി. റൈറ്റ്, നമ്മൾ ഒന്ന് ഷെഡ് ചെയ്യാനുള്ളൊരു ഇത് കഴിഞ്ഞിട്ട് വലിയ സ്ക്രിപ്റ്റ്സ് വന്നു കേട്ടോ. പക്ഷെ അതുമൊക്കെ ഞാൻ വേണ്ട വന്നു. അപ്പോൾ ഇനി സ്ഥിരമായിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കില്ല? കൺവീനിയൻസ്. ഇതുപോലെ വിഷ്ണു നടന്ന പോലെ നടക്കണം അങ്ങനെയൊന്നുമില്ല, അങ്ങനെയില്ല. പക്ഷെ നടക്കാൻ വേണ്ടി വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞിട്ടില്ല നടക്കാറില്ല. പക്ഷെ വിഷ്ണു എനിക്ക് അതിന് മുമ്പ് കാണിച്ച അദ്ദേഹം മറ്റ് ചില സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ ഇത് വന്ന് കാണിച്ചു തന്നു. ആൻഡ് വേറൊന്നുമില്ല, എനിക്ക് ഓർമ്മയുണ്ട് കല്യാണം വിളിക്കാൻ വന്നു. വിഷ്ണുവിൻ്റെ കല്യാണം വിളിക്കാൻ വന്ന് അവിടെ ഇൻവിറ്റേഷൻ കാർഡ് വെച്ച് വിളിയൊന്നും നടന്നില്ല, ഇത് കാണിച്ചു തന്നു. അതെ, ഇതൊക്കെയാണ് കേട്ടോ നമ്മളെടുത്തത്. അപ്പോൾ ഞാൻ നന്നായിട്ടുണ്ട്, ഇതാ ഇങ്ങനെയാണ്, ഇത് അവരാണ്, ഇത് ഇവരാണ്, മറ്റന്നാൾ ഷൂട്ടാണ്, അപ്പോൾ നമുക്ക് കോസ്റ്റ്യൂം വാങ്ങിക്കാൻ പോവാട്ടോ. ഞാൻ ഇതൊക്കെ ബിഫോർ ഇറ്റ് കുഡ് ആക്ച്വലി സിങ്ക് ഇൻ അല്ലേ. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കൊള്ളാം, ഇനി വരുന്നവർക്കൊരു പാഠമാണ്. ചില കാര്യങ്ങൾ
കൂടുതൽ ചിന്തിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ റോളിന്. ആണല്ലേ? ഇറ്റ് ഹാസ് എ സ്വീറ്റ്നെസ്. ഡാൻസിന് ഇതിലേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം തോന്നുന്നത്? നിങ്ങൾക്ക് മുഖത്തേക്ക് ഭാവമൊക്കെ പെട്ടെന്ന് വരും, പക്ഷെ എന്നാലും പക്ഷേ കൂടെയുള്ള ആൾക്കാരായിട്ട് സാധാരണ സംസാരിക്കുന്ന പോലെയല്ലേ അഭിനയിക്കണ്ടേ? അപ്പൊ അതെങ്ങനെയാണ് അതൊന്നും വലിയ പ്രശ്നം ബുദ്ധിമുട്ടായി തോന്നിയില്ല? ഒറ്റ ടേക്കിൽ എല്ലാം ശരി? ചിലതൊക്കെ 2-3 ടേക്ക് വേണ്ടി വന്നു, ഡിപ്പെൻഡിങ് ഓൺ ബാക്കിയുള്ള ഇതും നോക്കണ്ടേ. പക്ഷെ രസമായിരുന്നു, എനിക്ക് ആക്ച്വലി ഈസി ആയിരുന്നു. ബാക്കി ഇനി വിഷ്ണു പറയണത് കണ്ടറിയണം, അതും കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇവർ പറയുന്ന WCC എന്നൊരു സംഘടന ഉണ്ടായത് അവർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് കുറേ കാര്യങ്ങളെങ്കിലും പുറത്തു വന്നത്, ഇപ്പോൾ കുറേ പേർക്ക് പറയാൻ ധൈര്യം വന്നതെന്ന്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ വേണ്ടേ ശരിക്കും, അല്ലേ? WCC ശരിക്കും അത് എന്തുകൊണ്ടാണ് അമ്മ എന്നുള്ളൊരു ഓർഗനൈസേഷന് വേറെ നിന്ന് പ്രവർത്തിക്കേണ്ടി വന്നത്? ഇത്രയും കമ്പാഷൻ അമ്മയ്ക്ക് അവരോട് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻ വേണ്ടി വന്നു. അവരെ ഡെലിഗേറ്റ് ചെയ്യേണ്ടിയിരുന്നു ഇഷ്യൂസ്. അമ്മയുടെ തന്നെ ഒരു സബ് വിങ് ആയിട്ടോ, അല്ലേ? സബ് വിങ് എന്നല്ല, അനദർ വിങ് ഓഫ് അമ്മ, സെയിങ് ടേക്ക് കെയർ ഓഫ് വിമൻസ് ഗ്രീവാൻസസ്. അതൊന്നും നടന്നില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് കുറേ അബ്സേർഡിറ്റി കാണുന്നു ഈ മൊത്തം സാധനത്തിൽ. നമ്മളൊക്കെ യു ആൻഡ് ഐ ആർ ആക്ച്വലി ഔട്ട്സൈഡേഴ്സ് ഓഫ് ദ സിസ്റ്റം. നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരേണ്ട കാര്യം എന്താണ്? ഒരു ഓർഗനൈസേഷൻ, എല്ലാവരും ആക്ടേഴ്സാണ്, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദി ഇൻഡസ്ട്രി ആൻഡ് ടു ദ ഫ്രെറ്റേണിറ്റി. മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേൾഡ് മാപ്പിൽ തന്നെ, റൈറ്റ്, ഇറ്റ് ഹാസ് വൺ ഓഫ് ദോസ് പ്ലേസസ്. ഏറ്റവും ഫൈനസ്റ്റ് ആക്ടേഴ്സിനെയും കമീഡിയൻസിനെയും ഫിലിംസും ഒക്കെ ഉണ്ടാക്കിയ ഒരു, ഇന്നിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ ആൾക്കാർ ഇതിനെ അത്രയും ലോ ആയി കാണുമ്പോൾ അതൊരു ചെറിയ സങ്കടമുണ്ട്, റൈറ്റ്? അപ്പം അതുകൊണ്ടാണ് ട്രുത്ത് ആണ് വേണ്ടത് എപ്പോഴും. നമ്മൾ ആ ലാർജർ മോട്ടീവ് ഫൈനലി ഇൻഡസ്ട്രി നന്നാവണം. അല്ല, ഇൻഡസ്ട്രി മോശമാവുന്നല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം വന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോഴും ആവശ്യപ്പെട്ടു, കന്നഡയിൽ ആവശ്യപ്പെടുന്നു, ബംഗാളിൽ. അവരൊന്നും സ്പ്ലിറ്റ് ചെയ്തിട്ടല്ല, സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, അല്ല, ദർ ഓൾ ടേക്കിംഗ് എ കളക്റ്റീവ് ഡിസിഷൻ. തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ സർക്കാരല്ല, അവരുടെ സിനിമാക്കാരുടെ സംഘടനയാണ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ AMMA ചെയ്യേണ്ട കാര്യമാണ് അവർ ചെയ്യുന്നത്. എക്സാക്ട്ലി വാട്ട് ഐ എം കമ്മിങ് ടു. AMMA ഇത്രയും അവരായി, എനിക്ക് ഓർമ്മയുണ്ട് കുറേ വർഷം മുമ്പ് വന്ന ആ ഇൻസിഡൻറ്റിൽ, അപ്പോഴാണ് ആദ്യം ഇവരിൻ ആക്ഷൻ കാണുന്നത്. അത് ആ ഇംപ്രിന്റ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതെ, ഒരു രീതിയിലും ആ ഒരു ലേഡിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. അവർ പ്രസ് മീറ്റിൽ ഓർക്കുന്നില്ലേ, ദാറ്റ് ഈസ് ജേർണലിസ്റ്റുകളെ കൂക്കി വിളിക്കുന്ന ആൾക്കാർ. ദാറ്റ് ഈസ് ദി ഇംപ്രിന്റ് യു ഹാവ്. നമ്മൾ ആദ്യമായി ഔട്ട്സൈഡ്, എന്നെ പോലെ ഒരു വ്യക്തി ആദ്യമായി ഔട്ട്സൈഡ് ദ സ്ക്രീന് കാണുകയാണ്. ഞാനും ഇതൊന്നും വലിയ ഫോളോ ചെയ്യുന്ന അറിയാലോ വ്യക്തിയല്ല, പക്ഷെ ഔട്ട്സൈഡ് ദ സ്ക്രീൻ ആക്ച്വൽ ഹീറോസിനെ കാണുകയാണ്. സോ ആ ഒരു ഇംപ്രിന്റ് അവിടെയാണ്. അത് മനഃപൂർവ്വമാണോ അല്ലേ ഒന്നും ആയിരിക്കില്ല, പക്ഷെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഘട്ടത്തിൽ ഒരു ലേഡിയെ, അവരുടെ ഫ്രെറ്റേണിറ്റി പ്രത്യേകിച്ച് കൂടെയൊക്കെ അഭിനയിച്ചാണ്, ഒരു സപ്പോർട്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് വായോണ്ട് പറയുന്നുണ്ട്, പക്ഷെ അതെന്നൊക്കെ നമുക്കറിയാം. ഡോണ്ട് മീൻ ഇറ്റ്. അത് നമ്മൾ പെൺകൾക്ക് പെട്ടെന്ന്. അപ്പോൾ ഇനി മലയാളത്തിൽ നിന്ന് പുറത്ത് വേറെ തമിഴ് ഒക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, മറ്റു ഭാഷകളിൽ? അയ്യോ, ഞാൻ ചിന്തിച്ചിട്ടേ. വൈ നോട്ട്? ദ ക്രൈറ്റീരിയ എല്ലാവിടെയും ഒന്ന് തന്നെയാണ്. എനിക്ക് സൗകര്യം ഉണ്ടാവും എൻ്റെ മറ്റ് പ്രോജക്റ്റിൻ്റെ ഇടയിൽ വരരുത്. മറ്റ് പ്രോജക്ട്സ് ചെയ്യുന്ന ഇടയിൽ വന്നാൽ നോ എന്ന് പറയും. യു ഡോണ്ട് നോ വാട്ട് ഈസ് ഇൻ സ്റ്റോർ ഫൈനലി. ഈ പൊതുവെ നർത്തകികൾ പറയുന്നത് എനിക്ക് ഒരു നർത്തകിയായിട്ട് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പറയും. ഇല്ല, വേണ്ട. ഞാൻ പറഞ്ഞു, നർത്തകിയെ അഭിനയിക്കണം, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യും. അപ്പം അതുണ്ടാവും. അതാണ് എൻ്റെ ഒരു ലാർജർ മോട്ടീവ്. ഞാനിപ്പോൾ ഡാൻസ് ഫിലിംസ് ഉണ്ടാക്കിയല്ലോ, സർപ്പതത്വം ഓസ്കാർ കണ്ടെൻഷനിൽ പോയി. ദെൻ അഹല്യ ഉണ്ടാക്കി, അത് ഇപ്പോൾ പലരുടെയും സ്ക്രീൻ ചെയ്തു. മധു അമ്പാട്ടാണ് അത് ഫിലിം ചെയ്തത്. പിന്നെ ചെറിയ ഷോർട്ട് ഡോഗ്സ് ലൈക്ക് സ്ത്രീ പ്രേക്ഷ, ദ ക്രോസ് ഓവർ ഇപ്പം മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ, അത് കാരണം തന്നെ ഇപ്പം മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായി ഡിസബിലിറ്റീസിനൊരു സെഗ്മെൻറ്റ് ഉണ്ടാവാൻ ഇതും കൂടെ ഒരു നിമിത്തമാവുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വിത്തിൻ ദി ആർട്ട് ചേഞ്ച് നടത്തുമ്പോൾ അതിൻ്റെ റിപ്പിൾസ് മറ്റുള്ള ഇടങ്ങളിൽ, സോ ദേ ആക്ച്വലി സ്റ്റാർട്ടഡ് ആൻ ഇൻക്ലൂസീവ് സെഗ്മെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ഞാൻ ഇത് സ്ക്രീൻ ചെയ്തപ്പോൾ എത്രയോ
ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് കുട്ടികളും ഈവൻ ബ്ലൈൻഡ്, പിന്നെ ദി ഏബിൾഡും. ഏത് വേദിയിലാണ് ഇത് എല്ലാവരും കൂടെ ഇരുന്ന് ഒപ്പം ആസ്വദിക്കുന്നത് എന്ന് പറയുന്നത്? കൗതുകത്തോടെയാണ് എല്ലാവരും, യുനോ, ഓഫ് കോഴ്സ് ദി ബ്ലൈൻഡ് കാൺട്ട് സീ ബട്ട് ദി കുഡ് ഹിയർ ദ മ്യൂസിക്. സോ എനിക്ക് അതിൽ നിന്നും വേറെ കുറേ സാധനങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്ത് കിട്ടി. അപ്പോൾ ഞാൻ പറയുക, ഡാൻസ് തന്നെ ഫിലിം ആവുന്ന ഒരു സ്പേസിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഫിലിംസിൽ ഡാൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത് വേറെ സാധനമാണ്. ഡാൻസ് ബിക്കംസ് എ മൂവി. ഇനി ഇത് രണ്ടും അമാൽഗമേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഐ വിൽ ബി ഇൻവോൾവ് ഇൻ ദാറ്റ് for some reason. ഇപ്പം ഈ ഓസ്ട്രേലിയയിലേക്ക് എന്താ പെർമനന്റ് ആയിട്ട് താമസിക്കാൻ പോകുന്നൊക്കെ ഒരു വാർത്ത. എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്താ കാര്യം? എന്താണ് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്താ അങ്ങനെ ഒരു അത് ഇവർക്ക് ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ടാലന്റ് വിസ സ്കീം ഉണ്ട്. വർഷത്തിൽ 200 പേർക്കാണ് അവർ കൊടുക്കുന്നത്. അതിൽ സയൻസ്, ടെക്നോളജി, മെഡിസിൻ, യുനോ, ബയോടെക്നോളജി, ഇതൊക്കെ. പിന്നെ ഒരു ചെറിയൊരു പേഴ്സൺ സ്പോർട്സ് ആൻഡ് ആർട്സിനുണ്ട്, അക്കാഡമിക്സ് ആൻഡ് റിസർച്ചിനുണ്ട്. ഈ സ്പോർട്സ് ആൻഡ് ആർട്സ് സെക്ടറിൽ അതിലും സ്പോർട്സിന് കൂടുതലും ആർട്സിന് കുറവാണ്. അങ്ങനെ ആർട്സിൽ എന്നെ സെലക്ട് ചെയ്തു. അത് നമ്മൾ ഇപ്പം ഞാൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസറാണ്, അതിൽ അക്കാഡമിക് റിസർച്ച് ഉണ്ട്, പെർഫോമൻസ്, ഈ പറയുന്ന എൻ്റെ ഈ ഡാൻസ് പെർഫോമൻസസും പ്ലസ് ഇപ്പോൾ സർപ്പതത്വം പോലെയുള്ള വർക്കൊക്കെ ശരിക്കും അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് എനിക്ക് ഇൻ്റർനാഷണൽ റിവ്യൂസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നോക്കുന്നത് നമ്മൾ കോൺട്രിബ്യൂഷൻ ആ ആർട്ടിനെ നാഷണലി അല്ല, ഇതിൽ ഗ്ലോബലി എങ്ങനെയാണ് നമ്മൾ ഈ ആർട്ടിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലവർക്കും ഇപ്പോൾ സ്പോൺസേഴ്സ് ഉണ്ട്. ബ്രെറ്റ്ലി പോലെയുള്ള ആൾക്കാരാണ് മറ്റുള്ളവർക്ക് സ്പോൺസേഴ്സ്. എനിക്ക് സ്പോൺസേഴ്സ് ഇല്ല. എനിക്ക് പക്ഷെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു നോമിനേഷൻ ഒരു ഓസ്ട്രേലിയൻ തിയേറ്റർ പേഴ്സൺ എനിക്ക് തന്നു എൻ്റെ വർക്ക് കണ്ടിട്ട്. അത് പക്ഷെ ഭയങ്കര ഇന്നൊരു പെർമനൻറ്റ് മറ്റുള്ള സ്ഥലത്തെ PR സ്റ്റേറ്റസ് പോലെ അല്ല ഇത്. ബിക്കോസ് കുറെ കൂടെ കോമ്പറ്റീറ്റീവുമാണ്. ഇറ്റ്സ് വെരി ടഫ് ടു ഗെറ്റ്, എസ്പെഷ്യലി ഫോർ എൻ ആർട്ടിസ്റ്റ്. ഇത് എനിക്കതൊരു ഗ്ലോബൽ റെക്കഗ്നിഷനാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു ആർട്ടിനെ. പിന്നെ മാത്രമല്ല മോനും സൈമൾട്ടേനിയസ്ലി അത് കിട്ടുകയും ചെയ്യും. സോ എനിക്ക് അങ്ങനെ പോയി സെറ്റിൽ ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല ആസ് ഓഫ് നൗ. ബട്ട് ഓൺ ആൻഡ് ഓഫ് പോവാം. ഇനി എനിക്ക് യൂണിവേഴ്സിറ്റീസിൽ ഈസിലി യുനോ ഫ്യൂ മന്ത്സിനൊക്കെ വർക്ക് ചെയ്ത് വരാം. ദേവാംഗന് അത് ഭാവിയിൽ ഉപകാരപ്പെടുകയായിരിക്കും. ബിക്കോസ് ഇപ്പം 18 years ആയിട്ടല്ലേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ ഓണം വലിയ ആഘോഷമായിട്ടില്ല എന്ന് പക്ഷേ നാട്ടിലേക്കാണ് പോണത് അല്ലേ? നാട്ടിലേക്കാണ്. അമ്മ ദേവാങ്ക് വരും. സിസ്റ്റേഴ്സ് ഒന്നും ഇപ്പോൾ വരുന്നില്ല. അറിഞ്ഞൂടാ. അതാ പറയുന്ന, അവര് പെട്ടെന്ന് വരും. രണ്ടാമത്തെ ചേച്ചിയൊക്കെ പെട്ടെന്ന് വരും. ഈ വെസ്താകുമ്പോൾ മറ്റേത് ദൂരാണ്. സോ രേണു വരും എന്ന് എനിക്കൊരു ഹഞ്ച് കിട്ടുന്നുണ്ട്. പാലക്കാട് ഓണത്തിന്റെ വിശേഷം എങ്ങനെയാണ്? അല്ല, അമ്മയുടെ കൂടെ ഇരിക്കുക, അമ്മയുടെ ഭക്ഷണം കഴിക്കുക. അതിനി ഒരുപാട് വെറൈറ്റി അല്ലെങ്കിൽ പോലും നമ്മളൊക്കെ കിച്ചണിൽ ഹെൽപ്പിംഗ് ഒക്കെ കണക്കന്നെ. ബട്ട് നമുക്ക് അമ്മയുടെ ദേവാംഗനത് അമ്മൂമ്മയുടെ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഈ കേറ്ററിംഗ് സർവീസ് ഒക്കെ ഉണ്ടല്ലോ. സോ അതൊന്നും അതില്ല. വീട്ടിലെ ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ. അതാ പറയുന്നത്, ആ ഒരു ജനറേഷൻ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന there's a lot of love also. സത്യം, there's a lot of love ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതൊക്കെ ഇനി എത്ര കാലം? ശരിയാ, ഉള്ള കാലം അത് അങ്ങനെ തന്നെ പോകണം. അങ്ങനെ തന്നെ പോകണം. എങ്ങനെയാണ് ഫാമിലി, എങ്ങനെയാണ് അമ്മ സിസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നല്ലാതെ പിന്നെ ഒരു ഇടപെടലില്ല? നമ്മളതിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അങ്ങനെയൊന്നും അല്ല, ഇടപെടുക ആണോ? അത് കേൾക്കാനല്ലേ കളി. എങ്ങനെ ഇടപെടുക? ചെയ്യരുത് പറയോ? ചെയ്യരുത് തന്നെ പറയും. ചെയ്താൽ നമ്മൾ ഇതിൽ സപ്പോർട്ടില്ല. യു ഫേസ് ദ മ്യൂസിക് എന്ന് പറയും. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ കുറെ കാര്യങ്ങൾ. മ്യൂസിക് ഒക്കെ ഞാൻ ഫേസ് ചെയ്തു. പക്ഷെ എന്നാലും ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, കൈവിടില്ല. സത്യം. ഇതും അവർ കൈവിടില്ല. അതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ഇനി സിനിമ, ഡാൻസ് രണ്ടും കൂടെ മാറി മാറിയായിരിക്കും നമ്മൾ കാണാം അല്ലേ? ഡാൻസ് ആയിരിക്കും കൂടുതൽ. നിങ്ങൾ ഡാൻസ് കാണാറില്ലല്ലോ, സിനിമയിലേ കാണുന്നുള്ളൂ. അപ്പൊ സിനിമ ഞാൻ സിനിമ നിങ്ങൾ എന്നെ നടിയാക്കി അല്ലേ? ഡാൻസിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ, പക്ഷെ അതാ പറയുന്നത്, പൊതുജനങ്ങൾ സിനിമയെ കാണുന്നുള്ളൂ, നമ്മുടെ ഡാൻസ് കാണുന്നില്ല. ബട്ട് യെസ്, ലെറ്റ് us hope. നമ്മുടെ മനസ്സിലുള്ള ചില വിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആസ് എ പെർഫോമർ, ആസ് എ ഡാൻസ് ഡയറക്ടർ. ഇപ്പോൾ ഫിലിം ഡയറക്ടിങ്, ഷോർട്ട് ഡോക്ക് ആണെങ്കിൽ പോലും അത് ഡയറക്ടർ ഞാൻ തന്നെയല്ലേ. ഐ എം പ്രേയിങ് സംതിങ് കംസ് ഔട്ട് ഓഫ് ഇറ്റ്.
അപ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം ഇന്റർവ്യൂ? ഈ എന്താണ് പോസിറ്റീവ് നോട്ട്? എന്താണ് സ്മൃതിയുടെ ചിരി, സ്റ്റുഡിയോയില് സ്മൃതിയുടെ ഒരു ചങ്കൂറ്റവും ഒരു പരിഹാസവും അത് വളരെ സട്ടിലായിട്ടേ ചെയ്യാറുള്ളൂ. കളിയാക്കിക്കൊണ്ടിട്ടുള്ള ചിരിയൊക്കെ കാണാറുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്മൃതി എന്നുള്ള ഒരു ജേർണലിസ്റ്റ്, ഐ തിങ്ക് ഒരു വിമൻ ഇൻ ജേർണലിസം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ തന്നെ ഒരു വീക്ഷണവും അതേപോലെ ഒരു പെർട്ടിക്കുലർ പക്ഷം പിടിക്കാണ്ട് നിൽക്കുന്നതൊക്കെ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഡു യുവർ ജോബ്. ആൻഡ് എത്ര അലേർട്ടായിരിക്കണം, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ ഇത്രയും പേരുണ്ടാവുമല്ലോ, ചിലവർ എണിച്ച് പോകും, ചിലവരിയ്ക്കും. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു യുവർ എ വെരി ഡിഫിക്കൾട്ട് പ്രൊഫഷൻ. പക്ഷേ അത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പം ഞാൻ അടുത്ത ഇന്റർവ്യൂ എടുക്കുമ്പോഴേക്കും മേതിൽ ദേവിക സ്വന്തം സിനിമ ആസ് എ ഡാൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അത്രയും വിദൂരമായിരിക്കും ഇന്റർവ്യൂ. ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് രണ്ട്. താങ്ക് യു.